നൗഫൽ അതുപോലെ തന്നെ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ആ സ്റ്റാർട്ടിങ് സമയത്ത് സ്ട്രഗിൾ ഉണ്ടായോ? അതെങ്ങനെ ഫേസ് ചെയ്തു? സ്ട്രഗിള് സ്വാഭാവികമാണ്, പക്ഷെ ഞങ്ങൾ വെൽ പ്ലാൻ ആയിരുന്നു. സീസൺ ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ സമയത്ത് തന്നെ ഒരുപാട് കസ്റ്റമർ വന്നു. ആ കസ്റ്റമറായിട്ട് നമുക്ക് വെല്ലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സാധാരണ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, സീസണിൽ ബൾക്കായിട്ട് ആൾ അടിച്ച് കയറും, അതിൽ 50% ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റില്ല. അത് വെൽ പ്ലാൻ ആയിരുന്നു കേട്ടോ. അതും നമ്മളിവിടെ സ്റ്റാഫുകളും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും മെയിനായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഹാൻഡ്ലിങ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം. അത് അവരെ നന്നായി ട്രീറ്റ് ചെയ്യും. അവർ വരും, ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കില്ല. പക്ഷേ നമ്മുടെ ഐറ്റം അവർക്ക് കാണിച്ചു കൊടുത്തേ പറ്റുമോ എന്നുള്ളത് എൻ്റെ നിർബന്ധമായിരുന്നത്. അങ്ങനെ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്നവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അവർ എല്ലാ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി, ചിലപ്പോൾ എടുക്കാതെ പോകും. അവരെ ഹാപ്പി ആക്കി വിടാം, പക്ഷേ പിന്നീട് അവർ വരും. അപ്പോൾ ആ കസ്റ്റമർ, അതായത് നിങ്ങൾക്ക് ആദ്യം ബൾക്കായിട്ട് വന്ന കസ്റ്റമർ തന്നെ വലിയൊരു വിഭാഗം നിങ്ങൾ സ്ഥിരം കസ്റ്റമറാക്കി മാറ്റാൻ പറ്റി അല്ലേ? അവരെന്നെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇതിനൊരു പബ്ലിസിറ്റി പോലും ചെയ്യാതെ എനിക്കറിയാം, ഇനാഗ്രേഷൻ ഒന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. വളരെ 10 പേരോ 15 പേരുള്ള ഇനാഗ്രേഷൻ. അതെ, ചെറിയ ഇനാഗ്രേഷൻ തുടങ്ങി. ഇത് ഇന്നിപ്പോൾ 2 വർഷത്തോളമായി എത്തി നിൽക്കുന്ന സക്സസ് ആണ്. അത് ഇതുവരെ എത്തിച്ചത് ഈ മോർ പബ്ലിസിറ്റി കൊണ്ട് തന്നെ. ഒന്ന് സീസണിൽ തുടങ്ങിയെന്നുള്ളതാണ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മോർ പബ്ലിസിറ്റി, നമ്മുടെ ഡിസൈന് എല്ലാം നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് സർവീസ്, അതുപോലെ ഡിസൈൻസിൻ്റെ ഇമ്പോർട്ടൻസ്.